ഹലോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് ഓർത്തു. ഇങ്ങനത്തെ വീഡിയോസൊന്നും ഞാൻ ഇടാറില്ല. അപ്പോൾ വെറുതെ ഇരിക്കുകയല്ലേ, നല്ല ബോറിംഗ് ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. രാവിലെ ആയിട്ട് പണിക്ക് പോയി കാപ്പി കുടിക്കണ്ടേ. അപ്പോൾ ചപ്പാത്തി മുട്ടക്കറിയും, ചപ്പാത്തി ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഓർത്തു ഒരു ഉടായിപ്പും മുട്ടക്കറിയൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മുട്ടക്കറിക്കുള്ള മുട്ട ഇവിടെ നിന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേനും നമുക്ക് ഈ സവോളയൊക്കെ അരിഞ്ഞെടുക്കാം. സവോള മാത്രമേ ഇടുന്നുള്ളൂ, വേറെ ഒന്നും ഇടുന്നില്ല. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും ഇടുന്നില്ല, സവോള മാത്രം ഇടുന്നുള്ളൂ. കൈ വെച്ച് ഇങ്ങനെ കത്തി വെച്ച് അരിയുള്ള മടി കൊണ്ട് ഞാൻ ഈ സാധനത്തിൽ ഇങ്ങനെ ഉരച്ചുരച്ചെടുക്കുന്നത് പെട്ടെന്ന് തീരുമല്ലോ. അപ്പം എണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ ഈ സവോള ഇട്ട് കുറച്ച് പൊടികളും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടി വെള്ളം ഒഴിച്ച് വെച്ച് ഇട്ടിക്കുന്ന സാധനമാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ മുട്ടക്കറി എന്ന് പറഞ്ഞാൽ. അത്രേ ഉള്ളൂ. നല്ല മടിയാണ്, കാരണം ഞായറാഴ്ചയാണ്, ചേട്ടായി വീട്ടിലില്ലാത്തൊരു ദിവസമാണ്, അതുകൊണ്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ ചപ്പാത്തി അപ്പുറത്തിരുന്ന് പൊങ്ങി വരുന്നുണ്ട്. ഫസ്റ്റ് ചപ്പാത്തി എന്നെ കരിഞ്ഞു പോയി. സാരമില്ല, ഞാനല്ലേ കഴിക്കുന്നുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തെടുത്തു. പാറു അയൽപ്പക്കത്തെ വീട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ അവളെ വിളിച്ചു വരുത്തുന്നുണ്ട്. അവൾ എന്നെ എടുക്കുന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. ഞാനിപ്പം ചപ്പാത്തി കഴിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ ഓടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചപ്പാത്തിയൊക്കെ കഴിക്കുകയാണ്. അവൾ തനിയെ കഴിച്ചോളൂ കേട്ടോ. അവൾക്ക് ഇങ്ങനെ ഉള്ളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൾ തനിയെ കഴിച്ചോളും. അപ്പം ഇടയ്ക്കൊക്കെ അവൾ വാരി തരാമോ ചോദിക്കും, പക്ഷെ ചില സമയത്ത് അവൾക്ക് ഇഷ്ടമല്ല വാരി കൊടുക്കുന്നത്, തനിയെ കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടമുള്ളത്. പിന്നെ അവളുടെ അപ്പൻ അവളുടെ ബർത്ത്ഡേക്ക് ഒരു വണ്ടി മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചാർജ് ഇല്ല, അപ്പോൾ ഇതൊന്ന് ഓണാക്കി തരുമെന്നൊക്കെ ചോദിച്ച് നിൽക്കുന്ന ഭാഗമാണ്. അങ്ങനെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കാറ്റത്തേക്കിളി കൂടെ ഒക്കെ ഒന്ന് കണ്ടു കേട്ടോ. എനിക്കത് മസ്റ്റായിട്ട് ദിവസവും കാണാം. ചേട്ടനെ വിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന പണി ആ സീരിയൽ കാണുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ പാറുവിനെ കൊണ്ടുപോയി കുളിപ്പിച്ച് നല്ല സുന്ദരി കുട്ടപ്പിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാലമായിട്ടോ പാറുവിൻ്റെ കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ട്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം കണ്ണൊക്കെ എഴുതി കാണാൻ ഒരു കൊതി കൊണ്ട് ഞാനിങ്ങനെ കണ്ണൊക്കെ എഴുതി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ എന്നോട് ഡിമാൻഡ് ഇടുകയാണ്, അവൾക്ക് ഇപ്പുറം എഴുതി തരണം, അങ്ങനെ എഴുതി തരണം, ഇങ്ങനെ എഴുതി തരണം. പിന്നെ താങ്ക് യു ഒക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്ത് കൊടുത്താലും അവൾ എന്നോട് താങ്ക് യു എന്ന് പറയും. ഞാൻ പഠിപ്പിച്ച് കൊടുത്താണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ അവളോട് എല്ലാ കാര്യം എനിക്ക് എന്ത് ചെയ്ത് തന്നാലും ഞാൻ താങ്ക് യു പറയും. എന്താ വെച്ചാൽ ഞാൻ റിമോട്ട് എടുത്തിട്ട് പോവാ, ഫോൺ എടുത്തിട്ട് പോവാറു അങ്ങനെയൊക്കെ പറയുമ്പോൾ അവൾ എനിക്ക് കൊണ്ടുത്തരുമ്പോൾ ഞാൻ താങ്ക് യു എന്ന് പറയും. അങ്ങനെ കേട്ട് പഠിച്ചതായിരിക്കും. അപ്പം അവളും എന്നോട് അങ്ങനെ പറയും. അതുകൊണ്ട് കണ്ണൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. ഐലൈനർ വെച്ചല്ല കേട്ടോ, ഞാൻ കൺമഷി വെച്ച് തന്നെയാണ് എഴുതുന്നത്. പിന്നെ ഐലൈനറിൻ്റെ സാധനം അവൾക്ക് കണ്ണെഴുതാൻ വേണ്ടി തന്നെ ഒരെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ അവളെ ഞാൻ കണ്ണൊക്കെ എഴുതിക്കണം. സുന്ദരിയായില്ലേ, അയ്യോ നെറ്റിയിരിക്കുന്ന അവിടെ പൊട്ടൊക്കെ തൊട്ടെടുത്തപ്പോൾ എനിക്ക് അവൾ കുഞ്ഞായതുപോലെ തോന്നി കേട്ടോ. ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും പിന്നെ ഞങ്ങൾ ചോറുണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചീപ്പ് കണ്ടോ സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. ഞാൻ മുടിച്ച് പോകാൻ ചീപ്പ് എടുത്ത് കഴിഞ്ഞപ്പോൾ എന്നോട് ചീവണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ എടുത്ത് പിടിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ചോറുണ്ണുന്നത് എങ്ങനെയാണെന്നൊക്കെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന ഭാഗമാണ് കേട്ടോ കാണുന്നത്. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ കിടത്തി ഉറക്കി എൻ്റെ വീട്ടിലെ പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാറു ഉറങ്ങിയിട്ട് കഴിഞ്ഞപ്പോൾ ഞാനതേ തുണിയൊക്കെ അലക്കി പാറ വിരിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് സൗകര്യം എന്നുണ്ടോ, വീടിൻ്റെ മുറ്റത്ത് തന്നെ പാറകളുണ്ട്, അലക്കുക വിരിക്കുക സുഖമാണ്. അങ്ങനെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഇത് ഈ സാധനം ഞാൻ കണ്ടത്. നൊട്ടങ്ങ എത്ര നാളെ ഇത് കഴിച്ചിട്ട്, ഇത് ഈ മഴയൊക്കെ ഇപ്പോൾ ഇതിങ്ങനെയുള്ള സമയത്തല്ലേ ഉണ്ടായി വരുള്ളൂ. അപ്പം ഞാനത് പോയി അത് പറിച്ച് ഞാൻ കഴിച്ചു കിട്ടോ. ആ ഒരു ഫീൽ എത്ര നമ്മുടെ കുട്ടിക്കാലത്ത് നെസ്റ്റുമല്ലേ, ഇപ്പം അങ്ങനെ വിട്ടുകളയാൻ പറ്റൂ. ഇനി ഇഷ്ടം പോലെ എവിടെ നോക്കിയാലും ഉണ്ടാവും. നിറയെ ചെടികളുണ്ട്, ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പം എല്ലാത്തിനും ആവുമ്പോൾ പറിച്ച് തിന്നണം. അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കൂടെ കൂടണം. അപ്പം നമുക്ക് നല്ല നല്ല വ്ലോഗ്സ് ഇടാം. തുടക്കമായതുകൊണ്ട് ചെറിയ ചെറിയ പിഴവുകളൊക്കെ ഉണ്ട്, എന്നാലും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം അത്രേ ഉള്ളൂ. ബൈ.